എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയറിലെ ടോപ്പിക്കായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് സെക്കൻഡ് ഇയറിൽ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഓപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ് 4 സെക്ഷനാണ് നമുക്കുള്ളത്. അതിനകത്ത് ഫസ്റ്റ് സെക്ഷനാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതിനകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട്, ഇലക്ട്രോ ഡൈനാമിക്സ്. അതോടുകൂടി നമ്മുടെ ഈ ടോപ്പിക് അങ്ങ് തരും. ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. നമുക്ക് ഇതിനകത്ത് 2 സബ് ടോപ്പിക്കുകളാണ് നമുക്കുള്ളത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, രണ്ടാമത്തെ ഇലക്ട്രോ ഡൈനാമിക്സ്. നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതിൽ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. എന്താണ് ഇലക്ട്രിസിറ്റി? നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് പറയുന്നത് കറണ്ട് എന്ന് പറഞ്ഞുള്ള നിൽക്കരുത്. ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി ചാർജാണ്. അപ്പം നമുക്ക് എന്താണ് ചാർജ്? വാട്ട് ഈസ് ചാർജ്? ചാർജ് എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒരു ഡെഫിനിഷൻ ഒന്നുമില്ല. When two bodies rubbed with each other, then some kind of particles are transferred from one body to another. നമ്മുടെ ചാർജിങ് തന്നെ പല രീതിയിലുണ്ട്. അതിനകത്ത് ഒന്നാണ് ചാർജിങ് ബൈ റബ്ബിങ്. റബ്ബ് ചെയ്യുമ്പോൾ ചാർജിലാകാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കും ഗ്ലാസുമായിട്ട് നമ്മളിങ്ങനെ സിൽക്കും ഗ്ലാസുമായിട്ട് നമ്മൾ റബ്ബ് ചെയ്യുകയാണെങ്കിൽ സം കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് ആർ ട്രാൻസ്ഫർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. അതുപോലെ when two bodies rubbed with each other, then some kind of particles are transferred from one body to another. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇതിന് പാർട്ടിക്കിൾ നമ്മൾ പറയുന്നവരാണ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. therefore the body gains electrons are negatively charged and the body which loses electrons are positively charged. അതാണ് ചാർജിങ് ബൈ റബ്ബിങ്. പിന്നെ ചാർജിങ് ബൈ കണ്ടക്ഷൻ ഉണ്ട്, ചാർജിങ് ബൈ ഇൻഡക്ഷൻ ഉണ്ട്. അപ്പൊ ഇതിപ്പോ നമുക്ക് ചാർജിങ് ബൈ റബ്ബിങ് ആണ്. 2 ബോഡികൾ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ സം കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് ആർ ട്രാൻസ്ഫർഡ് ഫ്രം വൺ ബോഡി ടു അനദർ ആൻഡ് ദീസ് ആർ കാൾഡ് ചാർജ്. ആ മൂവ് ചെയ്യുന്ന ബോഡിക്ക് നമ്മൾ പറയുന്ന പേരാണ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് കിട്ടുന്ന ബോഡിക്ക് നെഗറ്റീവ് ചാർജും ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്ന ബോഡിക്ക് പോസിറ്റീവ് ചാർജും. നമ്മളപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്, when a body is negatively charged, ഒരു ബോഡിയെ നമ്മൾ നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യുമ്പോൾ അതിന്റെ മാസിന് എന്ത് സംഭവിക്കും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ബോഡിയെ നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ മാസ് ഇൻക്രീസസ്, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ മാസ് ഡിക്രീസസ്. കാരണം റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആണ് പോസിറ്റീവ് ചാർജ് ആകുക. അപ്പൊ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുമ്പോൾ അത്രയും മാസ് നഷ്ടപ്പെടും. therefore when a body is negatively charged, its mass increases, and when a body is positively charged, its mass decreases. നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്തൊരു സാധനമാണ്, അത് ഓർത്തിരിക്കുക. ഇതാണ് ചാർജിങ് ബൈ റബ്ബിങ്. ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബാണ്. അതിന് റെപ്രസെന്റ് ചെയ്യുന്നത് സി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് IT ആണ്. ഡയമെൻഷൻ ഓഫ് ചാർജ് ഈസ് ഈക്വൽ ടു IT ആൻഡ് ദിസ് ചാർജ് ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റി. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ചു വയ്ക്കാം. ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബാണ്, അതൊരു സ്കലാർ ക്വാണ്ടിറ്റിയാണ്. അത്രയും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്താണ്? നമ്മൾ പറയുന്ന ഒരു ബോഡിയെ ഞാൻ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്തിരിക്കുന്ന ഒരു ബോഡി, ഇതിനെ വേറൊരു ബോഡിയുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ നിന്ന് കുറെ ചാർജ് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ് ഈസ് കാൾഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇനി ചാർജിങ് ബൈ ഇൻഡക്ഷൻ ഉണ്ട്, ഇൻഡ്യൂസ്ഡ് ചാർജ്. അതെന്താണ്? ഒരു ബോഡിയെ നമ്മൾ എടുത്തു, ദിസ് ബോഡി ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ന്യൂട്രൽ എന്ന് വെച്ചാൽ ചാർജ് ഇല്ല എന്നല്ല, ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഈക്വൽ ആയിരിക്കും. therefore net charge on the body is equal to 0 and therefore it is electrically neutral. ഇതിന്റെ അടുത്തേക്ക് നമ്മളൊരു നെഗറ്റീവ്ലി ചാർജ് റോഡിനെ കൊണ്ടുവരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് എല്ലാം ഇവന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും, നെഗറ്റീവ് ചാർജ് എല്ലാം ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിപ്പൽ ചെയ്യപ്പെടും. അപ്പൊ നമ്മളിവിടെ അടുത്ത് കൊണ്ടുവന്നു, കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നില്ല. ഇതിനെ ഞാൻ നേരെ എർത്ത് ചെയ്യുന്നു. എർത്ത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ നെഗറ്റീവ് ചാർജ് എല്ലാം എർത്തിലേക്ക് ഫ്ലോ ചെയ്യും. ഞാൻ ഈ എർത്ത് റിമൂവ് ചെയ്യുന്നു, ഇതിനെ എടുത്ത് മാറ്റുന്നു. എന്ത് സംഭവിക്കും? ഈ ചാർജുകളെല്ലാം ഇതിനകത്ത് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവന് പോസിറ്റീവ് ചാർജ് കിട്ടും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇൻഡ്യൂസ്ഡ് എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരാളുടെ പ്രസൻസ് കൊണ്ട് വേറൊരാൾക്ക് ആ പ്രോപ്പർട്ടി കിട്ടുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് എഫക്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു മാഗ്നറ്റ് എടുക്കുന്നു. മാഗ്നറ്റിന്റെ അടുത്ത് നമ്മൾ ഒരു ചെറിയ മുട്ടുസൂചി എടുത്ത് നമ്മൾ കുറച്ചു നേരം ഇതിന്റെ അടുത്ത് പിടിച്ചു വയ്ക്കുന്നു. എന്നിട്ട് ഈ മാഗ്നറ്റിനെ അങ്ങ് റിമൂവ് ചെയ്യുമ്പോൾ ഇയാളൊരു മാഗ്നറ്റ് ആയിട്ട് മാറും.
മനസ്സിലായില്ല? അപ്പോൾ ഈ മാഗ്നറ്റിന്റെ പ്രസൻസ് കാരണം കോണ്ടാക്ട് കൊണ്ടുവരുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല. ഇവന്റെ പ്രസൻസ് കാരണം ഇവനൊരു മാഗ്നറ്റ് ആയിട്ട് മാറുന്നു. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ ഇൻഡ്യൂസ്ഡ് ചാർജിങ് ഉണ്ട്, ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആൻഡ് ചാർജിങ് ബൈ റബ്ബിങ്. ഇത് മൂന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു ഈ ചാർജിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്? അതിനകത്ത് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്നത് അഡിറ്റീവ് പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ പ്രോപ്പർട്ടി. ജസ്റ്റ് ഒന്ന് ഓർത്ത് വിടുക. ക്വാണ്ടൈസേഷൻ എന്താണ്? അഡിറ്റീവ് പ്രോപ്പർട്ടി. ടോട്ടൽ ചാർജ് ഓൺ എനി സിസ്റ്റം ഈസ് ദ ഓൾജിബ്രായിക് സം ഓഫ് ദ ചാർജ് ഓൺ ഇൻഡിവിജ്വൽ ബോഡീസ്. ഇപ്പൊ നമ്മളൊരു സിസ്റ്റം എടുത്തിരിക്കുകയാണ്. ഈ സിസ്റ്റത്തിനകത്ത് കുറെ ആൾക്കാരിപ്പുണ്ട്. ഇയാളുടെ കയ്യിൽ 3 ചാർജ്, ഇയാളുടെ 2 ചാർജ്, ഇയാളുടെ 5 ചാർജ്, ഇയാളുടെ 8 ചാർജ്, ഇയാളുടെ കയ്യിൽ 6 ചാർജ് ഉണ്ടെന്ന് കരുതുക. വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ് ഓൺ ദ സിസ്റ്റം എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് ഈക്വൽ ടു 3 + 2 + 5 + 6 + 8. ഇതാണ് ടോട്ടൽ ചാർജ്. ദാറ്റ് ഈസ് 24 ചാർജസ് ആണ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ചാർജ് നെഗറ്റീവ് ആണെന്ന് കരുതുക, -8 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ -8 ഇട്ട് കൊടുക്കണം. ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു 3 + 2 + 5 + 6 + 8 ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 9 ചാർജസ് ആണെന്ന് എഴുതണം. കാരണം ഇതും കൂടി ക്യാൻസൽ ആയിപ്പോ. ഇത് 8ഉം -8ഉം കൂടെ ക്യാൻസൽ ആകും. therefore ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു 8. അപ്പൊ ഇൻ ദ കേസ് ഓഫ് അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി അത് അടിച്ചിരിക്കാം. ചാർജ് ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റി. therefore ടോട്ടൽ ചാർജ് ഓൺ എനി സിസ്റ്റം ഈസ് ദ ഓൾജിബ്രായിക് സം ഓഫ് ദ ചാർജസ് ഓൺ ഇൻഡിവിജ്വൽ ബോഡീസ്. പക്ഷേ ഓർക്കുക, അതിനകത്ത് നിങ്ങൾ ഓർക്കേണ്ടത് വൈൽ ആഡിങ് ചാർജസിന്റെ സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഇവിടെ ഉണ്ടാകുന്ന 2 ചാർജുകൾ 8ഉം ആണെങ്കിൽ ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു 8 + 8. എന്നാൽ ഒന്ന് മൈനസ് ആണെങ്കിൽ 8 - 8. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഈക്വൽ ടു 0. അതാണ് അതിന്റെ അർത്ഥം. അത് പഠിച്ചു വയ്ക്കുക. അപ്പൊ ടോട്ടൽ ചാർജ് ഓൺ എനി സിസ്റ്റം ഈസ് ദ ഓൾജിബ്രായിക് സം ഓഫ് ദ ചാർജ് ഓൺ ഇൻഡിവിജ്വൽ ബോഡീസ്. therefore while adding charges substitute the sign of charge. അത് ഫസ്റ്റ് ആണ് അഡിറ്റീവ് പ്രോപ്പർട്ടി. രണ്ടാമത്തത് കൺസർവേറ്റീവ് പ്രോപ്പർട്ടി. എന്താ കൺസർവേറ്റീവ് പ്രോപ്പർട്ടി? ടോട്ടൽ ചാർജ് റിമെയിൻസ് ഓഫ് എ സിസ്റ്റം റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ചാർജ് നെയ്തർ ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. നമുക്ക് ചാർജിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. നമുക്ക് ആകെപ്പാടെ പറ്റുന്ന എന്ത് മാത്രമാണ്? ചാർജിനെ ഒരു ബോഡിയിൽ നിന്നും വേറൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ടോട്ടൽ ചാർജ് ഓൺ എനി സിസ്റ്റം റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ചാർജ് നെയ്തർ ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ചാർജസ് ആർ ഓൺലി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. ദാറ്റ് ഈസ് കൺസർവേറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ ഏത് പറയുന്നത് പോലെ കൺസർവേഷൻ ഓഫ് എനർജി പറയുമ്പോൾ എനർജി നെയ്തർ ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ദാറ്റ് ഈസ് എനർജി ഈസ് ട്രാൻസ്ഫോംഡ് അല്ലെങ്കിൽ കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാനേ പറ്റുമോ. എനർജിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് ആക്കി മാറ്റാം, ലൈറ്റിനെ ഇലക്ട്രിക്കൽ ആക്കി മാറ്റാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാം. അല്ലാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എനർജിയെ ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാൻ. എന്ന് പറയുന്നത് പോലെ ടോട്ടൽ ചാർജ് ഓൺ എനി സിസ്റ്റം റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ചാർജ് നെയ്തർ ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ദാറ്റ് ഈസ് ചാർജസ് ആർ ഓൺലി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ക്വാണ്ടൈസേഷൻ പ്രോപ്പർട്ടി. എന്താ ക്വാണ്ടൈസേഷൻ പ്രോപ്പർട്ടി? ക്വാണ്ടൈസേഷൻ പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാർജിനെ ഡിവൈഡ് ചെയ്യാൻ പറയുന്നു. 100 കൂളംബ് ചാർജ് ഇരിക്കുന്നു, ഡിവൈഡ് ചെയ്ത് അവസാനം ഒരിടത്ത് വന്ന് നിൽക്കും, പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു ക്ലാസ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഡിവൈഡ് ചെയ്യാൻ പറയുന്നു. 10 കുട്ടികൾ 5 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആ 5നെ വീണ്ടും ഡിവൈഡ് ചെയ്യണമെങ്കിൽ 2.5 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ 3ഉം 2ഉം ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ 2 കുട്ടികളെ വീണ്ടും ഡിവൈഡ് ചെയ്താൽ 1ഉം 1ഉം ആകും. ആ 1നെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പോയാൽ നമ്മൾ പറയും പറ്റില്ല എന്ന് പറയും. കാരണം ഒരു കുട്ടിയെ നമുക്ക് 2ആയിട്ട് മുറിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ചാർജിനെ ഡിവൈഡ് ചെയ്ത് അവസാനം ഒരിടത്ത് എത്തി അങ്ങ് നിൽക്കും. പിന്നീട് ഇവനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതിന് പറയുന്നവരാണ് ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. അപ്പൊ ചാർജിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ അവസാനം ഇയിലെത്തി നിൽക്കും. ഈയെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. therefore ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി ഈസ് ദ സം ഓഫ് ദ ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളുടെ സം ആയിരിക്കും. അപ്പോൾ എത്ര നമുക്ക് പറയാം? ഒരു ബോഡിയിലുള്ള ചാർജ് ഒന്നുകിൽ 1e അല്ലെങ്കിൽ 2e അല്ലെങ്കിൽ 3e അല്ലെങ്കിൽ 10e അല്ലെങ്കിൽ 1000e അല്ലെങ്കിൽ 1026e. അല്ലാതെ ഒരിക്കലും എന്ത് പറയാൻ പറ്റത്തില്ല? 10.2e എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം 0.2e കിട്ടില്ല.
അപ്പോൾ ടോട്ടൽ ചാർജ് ഓൺ എനി സിസ്റ്റം ഈസ് ദ integral multiple of a minimum amount of charge. That minimum amount of charge is equal to E. Therefore, total charge is equal to plus or minus NE, where NE is equal to quantum number 0, 1, 2, 3, 4, etc. അപ്പോൾ ഒരു സിസ്റ്റത്തിനകത്തുള്ള ചാർജ് ഈകളുടെ ക്വാണ്ടം നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഒരിക്കലും അവിടെ എന്ത് വരാൻ പാടില്ല? ഫ്രാക്ഷൻ വരാൻ പാടില്ല. അതുകൊണ്ട് ഇൻറ്റിജർ നമ്പേഴ്സേ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ക്വാണ്ടൈസേഷൻ, ക്വാണ്ടം നമ്പറേ വരാൻ പാടുള്ളൂ. 1, 2, 3, 4, 5, 6 ഇൻറ്റു ഇ, അല്ലെങ്കിൽ അത്രയും എനർജി. അതുകൊണ്ടാണ് പ്ലസ് ഇ വന്നു കഴിഞ്ഞാൽ ഇത്രയും ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു, മൈനസ് ഇ വന്നു കഴിഞ്ഞാൽ അത്രയും ഇലക്ട്രോൺസ് കിട്ടി. അപ്പോൾ ടോട്ടൽ ചാർജ് ഓൺ എനി സിസ്റ്റം ഈസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണുകളുടെ ചാർജുകളുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കണം, അല്ലാതെ ഫ്രാക്ഷൻ വരാൻ പാടില്ല. അതാണ് ക്വാണ്ടൈസേഷൻ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ നമ്മൾ ചാർജിന്റെ പ്രോപ്പർട്ടികൾ നമ്മൾ കഴിഞ്ഞു. ഇത്രയുമാണ് ചാർജുകളുടെ പ്രോപ്പർട്ടി, ക്വാണ്ടൈസേഷൻ പ്രോപ്പർട്ടി, കൺസർവേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് അഡിറ്റീവ് പ്രോപ്പർട്ടി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നമ്മൾ അടുത്തത് നേരെ കിടക്കുന്നത് കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഈ ഓർക്കുക, നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ശരിക്കും ഇതും വേറെ 2 ചാപ്റ്ററുകളും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്താണ് ശരിക്കും പഠിക്കും. ഗ്രാവിറ്റേഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതുപോലെ തന്നെ മാഗ്നറ്റിസത്തിൽ ഒരു ചാപ്റ്റർ മാഗ്നറ്റിസം. ഗ്രാവിറ്റേഷനുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്തില്ലെങ്കിലും ഒരെണ്ണവുമായിട്ട് വ്യക്തമായിട്ട് പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിളാണ്. നമ്മൾ മാഗ്നറ്റിസം അടുത്ത ടോപ്പിക്കാണ്. അതിനകത്ത് കയറുമ്പോഴത്തേക്ക് അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ അടുത്ത സെക്ഷൻ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഓപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ്. അതിനകത്ത് മാഗ്നറ്റിസം ഒരു ചാപ്റ്റർ വരും. നമുക്ക് ആ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് പഠിക്കണം. പഠിച്ചാൽ ആ ചാപ്റ്റർ വളരെ സിമ്പിളാണ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഓർത്ത് പഠിക്കും. അപ്പൊ എന്താ കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ പറയുന്നത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when two charges Q1 and Q2 are separated by a distance r in vacuum, vacuumത്തിൽ ഇരിക്കുന്ന സമയത്ത് there is a force of attraction or repulsion between the two charges. ആ ചാർജുകൾ തമ്മിൽ ഒരു അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ഉണ്ടാകാം. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൾഷൻ, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ റിപ്പൾഷൻ. ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ there is an attraction, and that attractive force or repulsive force F is directly proportional to the product of their charges and inversely proportional to the square of the distance between them. Inversely proportional to square of the distance വരുന്നതുകൊണ്ടാണ് ഇത് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുക. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ there is a constant, suppose it is a. കെ എന്ന് എടുക്കുന്ന ചിലതൊക്കെ കെ എന്ന് എടുക്കും, ഞാനിപ്പോൾ എ എന്ന് എടുക്കും. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ, എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 ആണ്. അപ്പോൾ ദിസ് ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 into Q1 Q2 divided by r square. This is the equation for the force. ഇതെപ്പോഴ് വാക്വത്തിലിരിക്കുന്ന സമയത്തുള്ള ഫോഴ്സ് ആണിത്. അപ്പൊ ചോദിക്കും സാർ ഇതെന്താണ് ഈ എപ്സിലോൺ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ? അവിടെ എപ്സിലോൺ 0 എന്ന് പറയുന്നത് 8.85 into 10⁻⁻12. അത്രയും അതിന്റെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ്. ഡയമെൻഷൻ ഒക്കെ പഠിച്ചോണേ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി. ഇതിന്റെ യൂണിറ്റ് കിട്ടിയ ഓർത്താണ്. ഇവിടെ നിന്ന് എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0യുടെ വാല്യൂ കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. 1/4πε0 വാല്യൂ ആണ് തിരിച്ചത്. ഇവിടുന്ന് എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 1/4π Q1 Q2 ഡിവൈഡഡ് ബൈ FR സ്ക്വയർ. അറിയാമല്ലോ, 1/4π യൂണിറ്റ് ഒന്നുമില്ല. കൂളം സ്ക്വയർ ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അതാണ് 4πε0 യൂണിറ്റ്. അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/4πε0 വാല്യൂ പഠിച്ചു വയ്ക്കുക. 9 into 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് അതിന്റെ ആൻസർ. 1/4πε0 വാല്യൂ 9 into 10⁻⁹ into അത്രയും ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. അപ്പൊ നമ്മൾ ചോദിക്കും സാർ എന്താണ് ഈ പെർമിറ്റിവിറ്റി? പെർമിറ്റിവിറ്റി ഓഫ് വാക്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പെർമിറ്റിവിറ്റി മീൻസ് എബിലിറ്റി ടു പെർമിറ്റ്. ആരെ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കടത്തിവിടാനുള്ള വാക്വത്തിന്റെ എബിലിറ്റിക്ക് പറയുന്ന പേരാണ് പെർമിറ്റിവിറ്റി. പെർമിറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ടു പെർമിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ചോദിക്കും സാറേ ഇത് വാക്വം എന്ന് സാറ് പറയുന്നുള്ളൂ, വാക്വത്തിൽ അല്ലെങ്കിലോ? സപ്പോസ്
ദീസ് ടു ചാർജസ് ആർ പ്ലേസ്ഡ് ഇൻ എ മീഡിയം. ഒരു മീഡിയത്തിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇത് ഫോഴ്സ് ഇൻ വാക്യൂം ആണ്. ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു 1/4 epsilon into Q1 Q2 divided by R square, where epsilon is the permittivity of that media. ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി. പക്ഷേ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ഒരിക്കലും തരില്ല. പകരം റിലേറ്റീവ് പെർമിറ്റിവിറ്റി, that is epsilon r, or it is also called k, therefore that is equal to epsilon divided by epsilon 0. Relative permittivity is a ratio between permittivity of any substance divided by permittivity of vacuum. നമ്മൾ എപ്പോഴും റിലേറ്റീവ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു അനദർ. റിലേറ്റീവ് ഡെൻസിറ്റി എന്താ? ഡെൻസിറ്റി ഓഫ് എനി സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ വാട്ടറിന്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര? ഇവിടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി വെച്ചാൽ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി കമ്പയർ ചെയ്യുമ്പോൾ മറ്റവന്റെ പെർമിറ്റിവിറ്റി എത്ര? അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്ത് കിട്ടും? എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0k എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? 1/4 epsilon 0k into Q1 Q2 divided by R square. This is the force in medium. അപ്പോൾ ഫോഴ്സ് ഇൻ വാക്വം നമ്മൾ ഓർക്കുക, വാക്വവും എയറും അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നും വരാറില്ല. വാക്വത്തിന്റെ പെർമിറ്റിവിറ്റിയേക്കാൾ ഒരല്പം കുറവാണ് എയറിൻ്റെ പെർമിറ്റിവിറ്റി, ഒരല്പം കുറവാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ കേസിൽ വാക്വത്തിനെ എയറിനെ നമ്മൾ സ്ട്രിക്റ്റ് സെൻസിൽ പറയുന്നില്ല എങ്കിൽ ഫോഴ്സ് ഇൻ വാക്വം ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ. അതുകൊണ്ട് നമ്മളിവിടെ വാക്വത്തിന് പകരം എയർ എന്ന് എഴുതുന്നു. അപ്പോൾ ഫോഴ്സ് ഇൻ എയർ ഈസ് ഈക്വൽ ടു 1/4 കാരണം എയറിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 1.003 ആണ്, വാക്വത്തിൻ്റെത് 1 ആണ്. ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വാക്വത്തിന് എയറിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? അപ്രോക്സിമേറ്റ്ലി സെയിം ആയിട്ട് എടുക്കാം. സ്ട്രിക്റ്റ് സെൻസിൽ അത് തെറ്റാണ്. എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ സ്ട്രിക്റ്റ് സെൻസിൽ ചോദിച്ചു കഴിഞ്ഞാൽ വാക്വത്തിൽ വരുമ്പോൾ വാക്വത്തിനേക്കാൾ ഫോഴ്സ് കുറവായിരിക്കും എയർ. അപ്പൊ എന്തായാലും ഫോഴ്സ് ഇൻ എയർ ഈസ് ഈക്വൽ ടു 1/4 epsilon 0 Q1 Q2 divided by R square. ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു 1/4 epsilon 0k into Q1 Q2 divided by R square. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു k എന്ന് കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അർത്ഥം ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ k. എന്തു മനസ്സിലായി? ഇവിടെ 1/4 epsilon 0 Q1 Q2 divided by R square, ഇവിടെ 1/4 k ഡിനോമിനേറ്ററിൽ വരുന്നു. അതിന്റെ അർത്ഥം എയറിലിരിക്കുമ്പോഴുള്ള ഫോഴ്സിനേക്കാളും k ടൈംസ് കുറവായിരിക്കും ഒരു മീഡിയത്തിലിരിക്കുമ്പോൾ. വിശദമായിട്ട് ഞാൻ പറയാം, കാരണം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട സാധനമാണ്. അപ്പൊ എന്തായാലും തൽക്കാലം ഞാൻ കൂളംസ് ഇൻവേഴ്സ് സ്ക്വയറിലോ ഇങ്ങനെ പറഞ്ഞു വിടുന്നു. എന്താണ്? When two charges are placed in vacuum or air, then the force in air is equal to 1/4 epsilon 0 into Q1 Q2 divided by R square. If they are placed in a medium, then the force in medium is equal to 1/4 epsilon 0k into Q1 Q2 divided by R square. അതുകൊണ്ട് നമുക്ക് പറയാം ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു k എന്ന് പറയാം. അല്ലെങ്കിൽ ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ k. ഇത് വെച്ചുകൊണ്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. അവിടെ എപ്സിലോൺസിലൂടെ ഞാൻ വാല്യൂ പറഞ്ഞിരുന്നു 8.85 into 10⁻⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ, or 1/4 epsilon 0. 1/4 epsilon 0 is equal to 9 into 10⁻⁹ Newton meter square per coulomb square. നമ്മുടെ ഈ എപ്സിലോൺ 0ക്ക് നമ്മൾ പറയുന്ന പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി. വാട്ട് ഈസ് പെർമിറ്റിവിറ്റി? എബിലിറ്റി ടു പെർമിറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. അപ്പൊ രണ്ട് ചാർജുകൾ എയറിൽ ഇരിക്കുമ്പോൾ നല്ല സ്ട്രോങ് ഫോഴ്സ് ആയിരിക്കും, മീഡിയത്തിലേക്ക് ഇടുമ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് k ടൈംസ് കുറയും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടേ? അത് ഓർത്തിരിക്കുക. അപ്പൊ ഇനി എന്താണ് ഈ k? k എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്, അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. അത് പിന്നെ ഡൈഇലക്ട്രിക് എന്താണെന്നുള്ള വിശദമായിട്ട് നമ്മൾ പിന്നീട് കപ്പാസിറ്റേഴ്സ് പഠിക്കുമ്പോൾ പഠിക്കും. അപ്പൊ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് k ആണ്. അപ്പൊ k ടൈംസ് ഫോഴ്സ് കുറയുന്നു. നമ്മുടെ ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എയറിലിരിക്കുന്ന സമയത്ത് ഫോഴ്സ് 100 ആണ്, മീഡിയത്തിൽ വെച്ചപ്പോൾ ഫോഴ്സ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ kയുടെ വാല്യൂ എത്ര? kയുടെ വാല്യൂ 20. Force in air by force in medium is equal to k, that is 100/5 is equal to 20. Therefore, the value of k is equal to 20. ഇനി ഈ കെയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കെമിസ്ട്രിക്കകത്തൊരു സാധനമുണ്ട്, ഇലക്ട്രോളിക്സ് പഠിക്കുമ്പോൾ അറീനിയസ് തിയറം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിയറം നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനം എടുത്താൽ സോഡിയം പോസിറ്റീവും Cl നെഗറ്റീവുമാണ്.
ഉപ്പ്. ഈ സാധനത്തിനെ എടുത്ത് നമ്മൾ എയറിൽ വെച്ച് കഴിഞ്ഞാൽ സോഡിയത്തിനെയും ക്ലോറിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ അത്ര നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. ഇവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനേ പറ്റില്ല. പക്ഷേ ഇവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് വെള്ളത്തിനകത്തേക്ക് ഇവരെ എന്ത് ചെയ്യുക, ഡിസോൾവ് ചെയ്യുക. നമ്മുടെ വാട്ടറിന്റെ കെ എന്ന് പറയുന്നത് 81 ആണ്. വാട്ടറിന്റെ കെ എത്രയാണ്? 81. അതിന്റെ അർത്ഥം എന്താ? എയറിലിരിക്കുന്ന ഫോഴ്സിനേക്കാളും 81 ടൈംസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഫോഴ്സ് 81 ടൈംസ് കുറയും. അതായത് എയറിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരുന്ന ഒരു വാട്ടറിൽ റിസോൾവ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയായിട്ട് മാറും. അങ്ങ് അവരുടെ തമ്മിലുള്ള ഫോഴ്സ് അട്രാക്ഷൻ ഭയങ്കരമായിട്ട് കുറയും. പിന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് ചൂടാക്കി കൊടുത്താൽ മതി, രണ്ടുപേരും രണ്ടുപേരുടെ വഴിക്ക് പോകും. അപ്പൊ നമുക്ക് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ഏതിന്റെ ബേസിലാണ്? നമ്മുടെ ഇൻവേഴ്സ് കോയിലയുടെ ബേസിലാണ് നമ്മുടെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. Under normal condition, when the sodium chloride crystal is in air, it is not possible to separate the sodium positive ion and chlorine negative ion. But when it is dissolved in water, it is very easy to separate these two, chlorine and sodium, because when they are dissolved in water, the force between them decreases by k times. The value of k is equal to 81. 81 times k. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ചാർജ്ഡ് പാർട്ടിക്കിൾ F is equal, force in air is equal to 1/4 pi epsilon 0 Q1 Q2 divided by R square, and force in medium is equal 1/4 pi epsilon 0 K into Q1 Q2 divided by R square. നമ്മൾ ഇനി ഇതെടുത്ത് വെച്ച് പഠിക്കുന്നു F. എവിടെയെങ്കിലും മീഡിയം വരികയാണെങ്കിൽ താഴെ ഒരു എപ്സിലോൺ 0യുടെ കൂട്ടത്തിൽ ഒരു K കൂടെ ഇട്ട് കൊടുക്കുക. ഇതാണ് ഫോഴ്സിനുള്ള ഇക്വേഷൻ. അടുത്ത പ്രോബ്ലം ഇതാണ്, ശ്രദ്ധിക്കുക. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം, കാരണം എൻട്രൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇതൊക്കെ അറിഞ്ഞുകൂടാണെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒരു Q1 എന്ന് പറയുന്ന ഒരു ചാർജ് ഇരിക്കുന്നു, Q2 എന്ന് പറയുന്നൊരു ചാർജ് ഇരിക്കുന്നു. ബോത്ത് ആർ പോസിറ്റീവ്, ദേ ആർ സെപ്പറേറ്റ് ബൈ ഡിസ്റ്റൻസ് R. വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് പാർട്ടിക്കിൾ ഡ്യൂ ടു സെക്കൻഡ് പാർട്ടിക്കിൾ? ഫസ്റ്റ് പാർട്ടിക്കിൾ സെക്കൻഡ് പാർട്ടിക്കിൾ കൊടുക്കുന്ന ഫോഴ്സ് എത്ര എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 into Q1 Q2 divided by R square. അപ്പോൾ ചോദിക്കും വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് പാർട്ടിക്കിൾ ഡ്യൂ ടു ഫസ്റ്റ് പാർട്ടിക്കിൾ? സെക്കൻഡ് പാർട്ടിക്കിളിന് ഫസ്റ്റ് പാർട്ടിക്കിൾ കൊടുക്കുന്ന ഫോഴ്സ് ഏതാ? നോ ചേഞ്ച്, വിച്ച് ഈസ് ആൾസോ ഈക്വൽ ടു 1/4 pi epsilon 0 into Q1 Q2 divided by R square. അപ്പോഴാണ് അടുത്തൊരാൾ ചോദിക്കുന്നത്, സാറേ ഇത് രണ്ടുപേരും പോസിറ്റീവ് അല്ലേ? ഞാൻ പറഞ്ഞത് രണ്ടുപേരും പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് പാർട്ടിക്കിൾ ഈസ് പോസിറ്റീവ് ആൻഡ് ദ സെക്കൻഡ് പാർട്ടിക്കിൾ ഈസ് സപ്പോസ് ഇറ്റ് ഈസ് നെഗറ്റീവ്. സെക്കൻഡ് പാർട്ടിക്കിൾ -Q2 ആണെന്ന് എഴുതുക. പറയുന്നത് ശ്രദ്ധിച്ചോണേ. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ ഫസ്റ്റ് പാർട്ടിക്കിൾ ഡ്യൂ ടു സെക്കൻഡ് പാർട്ടിക്കിൾ വിച്ച് ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 Q1 Q2 divided by R square. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു കഴിഞ്ഞു, സാർ നെഗറ്റീവ് സൈൻ ഇടണ്ടേ? ഇടണ്ട. നെഗറ്റീവ് സൈൻ, ചാർജിന്റെ സൈൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട, ബിക്കോസ് ഫോഴ്സ് ഈസ് വെക്ടർ. എന്താണെന്ന് ഞാൻ വിശദമാക്കാം. And what is the force on the second particle due to first particle which is equal to 1/4 pi epsilon 0 Q1 Q2 divided by R square. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇതും എല്ലാം സെയിം അല്ലേ, പിന്നെന്ത് വ്യത്യാസം? ഞാൻ പറഞ്ഞു, this is the magnitude of force on the first particle due to second particle. This is the magnitude of force on the second particle due to first particle. This is the magnitude of force on the first particle due to second particle. This is the magnitude of force on the second particle due to first particle. ഇതെല്ലാം മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്, ഡയറക്ഷൻ ഇല്ല. അപ്പോൾ ചോദിക്കും, സാറേ ഫോഴ്സ് വെക്ടർ അല്ലേ? ഞാൻ പറഞ്ഞ അതെ. ഡയറക്ഷൻ വേണ്ടേ? വേണം. അതെങ്ങനെ കാണിക്കും? അതിന് നമ്മൾ എഴുതുന്നത് ശ്രദ്ധിച്ചോണം. ഇവനെ റിപ്പൽ ചെയ്യും. Q2 Q1 അങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ ഇവന് കിട്ടുന്ന ഫോഴ്സ് F12ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. അറ്റ് ദ സെയിം ടൈം ഈ ചാർജ് എന്ത് ചെയ്യും? അവനെ അങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ് ഇങ്ങോട്ടേക്കാണ്. അതുപോലെ ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഇത് നെഗറ്റീവ് ചാർജ് ആണ്. ഈ ചാർജിനെ ഇവൻ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും, F12. ഈ പോസിറ്റീവ് ചാർജ് ഈ നെഗറ്റീവ് ചാർജിന് ഇങ്ങോട്ടേക്ക് കണ്ട ഡയറക്ഷൻസ് ആണ് മാറുക. മാഗ്നിറ്റ്യൂഡ് എല്ലാം സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ മാറും. അപ്പൊ നിങ്ങൾ പറയും, ശരി സാർ അത് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ ഇക്വേഷൻ അത് മനസ്സിലാക്കണമല്ലോ. ഞാൻ പറഞ്ഞു അതിനൊരു കാര്യം ചെയ്യാം. വെക്ടർ F12 ഈസ് ഈക്വൽ ടു യൂണിറ്റ് വെക്ടർ R. എന്നുവെച്ചാൽ R എന്ന് പറയുന്ന ലൈനിലൂടെയാണ് ഈ ഫോഴ്സ് എല്ലാം ആക്ട് ചെയ്യുക. കണ്ടോ, ഈ ഫോഴ്സുകളെല്ലാം ആക്ട് ചെയ്യുന്നത് R എന്ന് പറയുന്ന ലൈനിലൂടെയാണ്. ഒന്നുകൂടെ ക്ലിയർ ആക്കാം. ഇവന് കിട്ടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ശ്രദ്ധിച്ചോണം, 2-ൽ നിന്നും 1-ലേക്ക് ഇങ്ങോട്ടേക്ക്. അപ്പൊ 2 to 1. യൂണിറ്റ് വെക്ടർ R ഫ്രം 2 to 1.
യൂണിറ്റ് വെക്ടർ ഒക്കെ അറിയണേ. യൂണിറ്റ് വെക്ടർ ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മുടെ വെക്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, എൻട്രൻസിന്റെ ടോപ്പിക് എടുത്തിട്ടുണ്ട്, അത് പോയി കണ്ടുപോകണം. ഇവിടെ നമ്മൾ എന്തെഴുതാം? F21 ഈസ് ഈക്വൽ ടു ആർ ക്യാപ്പ് ഫ്രം 1 to 2, 1 നിന്നും 2 ഇതിനെ എങ്ങനെ എഴുതാം? ആർ ക്യാപ്പ് ഫ്രം 1 to 2. ഈ ആരോ നോക്കണം, 1 നിന്നും 2 ഇതിന്റെ ആണെങ്കിലോ ആർ ക്യാപ്പ് ഫ്രം 2 to 1. ഇതാണ് ഡയറക്ഷൻ. അതായത് രണ്ടുപേരും പോസിറ്റീവ് ആണെങ്കിൽ ഇവനെ റിപ്പൽ ചെയ്യും, ഇവനെ റിപ്പൽ ചെയ്യും. ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആണ്, അട്രാക്ട് ചെയ്യും, അട്രാക്ട്. അപ്പൊ ഇവരുടെ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ വയ്ക്കും ഇതൊന്നും വേണ്ട. വാട്ട് ഈസ് എ വെക്ടർ റെപ്രസെന്റ്? അതൊക്കെ പിന്നീട് നമുക്ക് പറയാം. വാട്ട് ഈസ് എ വെക്ടർ റെപ്രസെന്റേഷൻ ഓഫ് കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതണം. വെക്ടർ റെപ്രസെന്റേഷൻ F ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ R. ഇത്രയും മതി. ഇതിന്റെ അർത്ഥം ഈ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതാണ്, ഡയറക്ഷൻ ആറിലൂടെ. ഇത് എക്സ് ആയിരുന്നെങ്കിലോ ബൈ എക്സ് സ്ക്വയർ എ ഇൻറ്റു എക്സ് ക്യാപ്. ഇത് വൈ ആയിരുന്നെങ്കിലോ ദാറ്റ് ഈസ് വൈ സ്ക്വയർ എ ഇൻറ്റു വൈ ക്യാപ്. അപ്പൊ സാധാരണ നമ്മൾ ആറാണല്ലോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനോട് ആർ സ്ക്വയർ എടുത്ത് ആർ ക്യാപ്. അപ്പൊ ഇത് മാഗ്നിറ്റ്യൂഡ്, ഇത് ഡയറക്ഷൻ. പക്ഷേ എക്സാമിനേഷൻ നമ്മൾ ചോദിക്കുമ്പോൾ ഇത് കാണണമെന്നില്ല, ഇങ്ങനെ പകരം ഇങ്ങനെ ഉണ്ടാവും. വെക്ടർ റെപ്രസെന്റേഷൻ F ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R ക്യൂബ് ഇൻറ്റു വെക്ടർ R എന്നായിരിക്കും കാണുക. നമ്മൾ ഈ ആർ ക്യൂബ് കാണുമ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ അല്ലേ എന്ന് കരുതി ഇത് എഴുതാതിരിക്കരുത്. ഇത് ശരിയാണ്, ഇതും ശരിയാണ്, ഇതും ഇതെങ്ങനെ ശരിയാകും സാർ? അത് ശരിയാകാൻ കാരണം വെക്ടർ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. വെക്ടർ ആർ മീൻസ് ദർ ഈസ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഇതിന് ഇതിട്ട് നോക്കൂ, ആർ ക്യാപ്, ഒരാറും ആർ ക്യൂബും കൂടെ പെട്ട് ആർ സ്ക്വയർ. ഈ ആൻസർ തന്നെ കിട്ടിയില്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആർ ക്യൂബ് വരികയാണെങ്കിൽ ഇവിടെ എന്ത് വേണം? വെക്ടർ ആർ എന്ന് വരണം. ആർ ക്യൂബ് വരികയാണെങ്കിൽ വെക്ടർ ആർ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങളുടെ നേരത്തെ ഒരു സംശയം, സാർ എന്തുകൊണ്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് ചാർജിന്റെ സൈൻ ഇടരുതെന്ന് സാർ പറഞ്ഞത്? അതിന്റെ കാരണം ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഇപ്പോൾ ഈ ഫോഴ്സ് ഇങ്ങോട്ട് കിട്ടി, ഈ ഫോഴ്സ് അങ്ങോട്ട് കിട്ടി. സാധാരണ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും സൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? ഡയറക്ഷൻ പറയാനാണ്. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് പറയാനാണ്. ഇവിടെ നമുക്ക് കിട്ടുമ്പോൾ 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെയും 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ എന്ന് കിട്ടും. പക്ഷെ ഒന്ന് ലെഫ്റ്റിലേക്കാണ്, ഒന്ന് റൈറ്റിലേക്കുമാണ്. ഒന്ന് ലെഫ്റ്റിലേക്കാണ്, മറ്റേത് റൈറ്റിലേക്കുമാണ്. പക്ഷെ ഇവിടെ കിട്ടിയ രണ്ട് ആൻസറും പോസിറ്റീവ് അല്ലേ? രണ്ട് ആൻസറും പോസിറ്റീവ് ആകുമ്പോൾ രണ്ടും റൈറ്റിലേക്കല്ലേ കിട്ടേണ്ടത്? ഇനി ഈ ചാർജ് നെഗറ്റീവ് ആയിരുന്നു നോക്കുക, ഇവിടെ നമ്മൾ മൈനസ് ഇടുന്നു, ഇവിടെയും മൈനസ് ഇടുന്നു. പക്ഷെ ഈ ഫോഴ്സ് ഇടുന്ന ലെഫ്റ്റിലേക്ക്, ഈ ഫോഴ്സ് ഇടുന്ന റൈറ്റിലേക്കുമാണ്. അപ്പോൾ നെഗറ്റീവ് സൈൻ റെപ്രസെന്റ് ചെയ്യുന്ന ഡയറക്ഷനാണോ? അല്ല. ഈ ഫോഴ്സിനകത്ത് ചാർജിന്റെ സൈൻ ഇട്ടുമ്പോൾ നെഗറ്റീവ് കിട്ടിയാൽ അതിന്റെ അർത്ഥം ദ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ, അല്ലാതെ ഡയറക്ഷൻ അല്ല. മനസ്സിലാകുന്നുണ്ടേ? ഇൻ ദ കേസ് ഓഫ് റെപ്രസെന്റിംഗ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്, when we substitute the sign of charge and the answer is negative, ആ നെഗറ്റീവ് എന്ന് കിട്ടിയാൽ അതിന്റെ അർത്ഥം ദ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, അല്ലാതെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് പറയുന്ന അർത്ഥം ഇല്ല. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ചാർജിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇടുമ്പോഴത്തേക്കും നെഗറ്റീവ് സൈൻ ഇടേണ്ട കാര്യമില്ല. ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഫോഴ്സ് അട്രാക്റ്റീവ് എന്നങ്ങ് എഴുതിയാൽ മതി, നെഗറ്റീവ് സൈൻ ഇടണ്ട. നെഗറ്റീവ് സൈൻ ഇട്ടാൽ നമ്മൾ പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ചാർജിന്റെ സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട, പകരം ഡയറക്ഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഫോഴ്സിന്റെ ഡയറക്ഷൻ ദ ലെഫ്റ്റ് റൈറ്റ്, ഇങ്ങനെയുള്ള ഡയറക്ഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും നമ്മൾ ചാർജിന്റെ ഇതിനകത്ത്, അത് ഞാൻ പറയാം, അത് നമുക്ക് എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ പറയാം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉണ്ട്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അടുത്ത പോയിന്റ് അതാണ്. നമ്മൾ ഓർക്കുക, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ, അത് 4 കോൺസെപ്റ്റുകളാണ് പഠിക്കേണ്ടത്. ഇലക്ട്രിക് ഫോഴ്സ്, അത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, അത് കഴിഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, അത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു.
അത് ഇച്ചിരി വിശദമായിട്ട് പഠിക്കാനുള്ള സാധനം രണ്ടാമത്തെ സാധനമാണ്. ഏത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് ഇച്ചിരി വിശദമായിട്ട് പഠിക്കാനുള്ളത്. ഇലക്ട്രിക് പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും പെട്ടെന്ന് തീരും. ഇലക്ട്രിക് ഫോഴ്സും ഇപ്പോൾ തന്നെ തീരാറായി. അപ്പോൾ നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസിഡർ there are so many charges, suppose q1, q2, q3 etc. are placed at position. ഇവിടെ വേറൊരു ചാർജ് ഇരിക്കുന്നു, q എന്ന് പറയുന്ന ഒരു ചാർജ് ഇരിക്കുന്നു. ഒരാൾ ചോദിക്കുകയാണ്, what is the net force acting on that charge due to these charges? ഈ മൂന്ന് ചാർജും കൊണ്ട് അവന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എത്ര എന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യമേ ഈ ഡിസ്റ്റൻസ് എടുക്കുക. this distance is equal to r1. അത് കഴിഞ്ഞ് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു r2. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ദിസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു r3. ആദ്യമേ കണ്ടുപിടിക്കുക വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദിസ് ചാർജ് ഡ്യൂ ടു ദിസ് ചാർജ്. ഇവന് കൊടുക്കുന്ന ഫോഴ്സ് F1. F1 ഈസ് ഈക്വൽ ടു 1/4πε0 q1 into q divided by r1 square. ഡയറക്ഷൻ ഇതും പോസിറ്റീവ് ആയതുകൊണ്ട് റിപ്പൾസീവ്, ഇങ്ങനെ റിപ്പിൾ ചെയ്യും. F1. ഈ ചാർജ് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, ഡിസ്റ്റൻസ് r2 ആണ്. ഇവന് കൊടുക്കുന്ന ഫോഴ്സ് എത്രയായിരിക്കും? 1/4πε0 q2 into q divided by r2 square. അതിന്റെ ഡയറക്ഷൻ അങ്ങോട്ട് F2. ഇതും പോസിറ്റീവ് ആണെന്ന് കരുതുക. ഇവന് കൊടുക്കുന്ന ഫോഴ്സ് എത്രയായിരിക്കും? 1/4πε0 into q3 into q divided by r3 square. അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്ര? നെറ്റ് ഫോഴ്സ് F is equal to F1 plus F2 plus F3. ശരിയല്ലേ? ശരിയാണെന്ന് പറഞ്ഞ വിചാരിക്കുക തെറ്റാ. കാരണം ഫോഴ്സ് വെക്ടർ ആയതുകൊണ്ട് ഇങ്ങനെ എഴുതിയാൽ അതിനർത്ഥം ചുമ്മാതെ 2 + 3 + 5 അങ്ങനല്ല. ഇവിടെ ഫോഴ്സ് വെക്ടർ ആയതുകൊണ്ട് വെക്ടർ F is equal to വെക്ടർ F1 plus വെക്ടർ F2 plus വെക്ടർ F3 plus etc. അതിന്റെ അർത്ഥം മനസ്സിലായോ? ഫസ്റ്റ് F1നും F2നും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിന്റെയും റിസൾട്ടന്റ് √(a² + b² + 2ab cos θ എന്നുള്ള വെക്ടർ സബ് അഡിഷൻ നടത്തുക. അപ്പോൾ ഒരു ആൻസർ കിട്ടും. പിന്നീട് ഇത് രണ്ടിനെയും കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ഈ കിട്ടിയ ഫോഴ്സും ഇതിനുമിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക. പിന്നെ അവരുടെ റിസൾട്ടന്റ് വീണ്ടും √(a² + b² + 2. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്ടർ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് പേര് പറയുക? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ചാർജ് ഡ്യൂ ടു ദീസ് ചാർജസ് ഈസ് ദ വെക്ടർ സം ഓഫ് ദ ഫോഴ്സസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ്. ഓർക്കുക, വെക്ടർ നല്ല മര്യാദയ്ക്ക് പഠിച്ചിട്ട് ഈ ചാപ്റ്ററിനകത്തോട്ട് കയറാം. കാരണം ഇതിനകത്ത് പറയുന്ന ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും വെക്ടറാണ്. അതുകൊണ്ട് നിങ്ങളെ ഒത്തിരി പേർക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ചാനൽ കയറുമ്പോഴത്തേക്ക് SD ക്യാമ്പസ് എന്ന് പറയുന്നതിനകത്ത് കയറിട്ട് പ്ലേ ലിസ്റ്റ് എടുക്കുക. പ്ലേ ലിസ്റ്റ് അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓരോന്നിൻ്റെയും ഓരോ ഫോൾഡറായിട്ട് കിടപ്പുണ്ട്. എൻട്രൻസിൻ്റെ ഒരു ഫോൾഡർ, എൻട്രൻസിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഫോൾഡറാണ്. നമ്മളിപ്പോൾ എടുക്കുന്ന ഈ ചാപ്റ്റർ എൻട്രൻസ് എന്ന് കാണും ആദ്യമേ. അതിനുശേഷം ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് കാണും. ആ ഫോൾഡറിനകത്ത് നമ്മുടെ ഈ ചാപ്റ്ററിലെ എല്ലാ ഫയലുകളും വീഡിയോസും അതിനകത്തുണ്ടാവും. വെക്ടർ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയായിരിക്കും. എൻട്രൻസിന്റെ വെക്ടറും ഉണ്ട്, +1ന്റെ വെക്ടറും ഉണ്ട്. രണ്ടാണ്. അവിടെ തിയറി പോയിന്റിലാണ് പഠിപ്പിക്കുക. എൻട്രൻസ് പഠിക്കുന്ന എൻട്രൻസിന്റെ മാത്രം. അങ്ങനെ എല്ലാം കൂടെ കയറി കാണരുത്. വെക്ടർ എന്ന് കാണുമ്പോൾ ചാടി കയറി കാണരുത്. അത് തിയറി പാർട്ട് എടുക്കുന്നുണ്ട്. അത് +1 എന്ന് കാണും, +2 കാണും. അതുപോലെ എൻട്രൻസ് എന്ന് പറയുന്ന നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണം. അപ്പോൾ നിങ്ങൾ എൻട്രൻസ് നിന്ന് എടുത്തു കഴിഞ്ഞാൽ എൻട്രൻസ് വരുന്ന ഫോൾഡറുകളെല്ലാം നോക്കുക. ആ ഫോൾഡറിനകത്ത് ഓരോന്നിനും സൈഡിലുണ്ടാകും വെക്ടേഴ്സ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, പ്രൊജക്ടൈൽ മോഷൻ, ഇലക്ട്രിക് ഫീൽഡ്. അത് ഏത് ചാപ്റ്ററാണോ നിങ്ങൾക്ക് കണ്ടത് കാണുക. അത് എൻട്രൻസിന്റെ വെക്ടർ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഇവിടെ വരാൻ. അപ്പൊ എന്തായാലും നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? ദ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ചാർജ് ഡ്യൂ ടു എ ഗ്രൂപ്പ് ഓഫ് ചാർജസ് ഈസ് ദ വെക്ടർ സം ഓഫ് ദ ഫോഴ്സസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ്. ഇൻഡിവിജ്വൽ ചാർജുകൾ ഉണ്ടാകുന്ന ഫോഴ്സുകളുടെ വെക്ടർ സം ആയിരിക്കും. ഇനി 2 എക്സാമ്പിൾ ചെയ്യാണെന്ന് പറയാം. 2 എക്സാമ്പിൾ സിമ്പിൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മളൊരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ 3 കോർണറിൽ 3 ചാർജിനെ എടുത്ത് വെച്ചിരിക്കുന്നു. ഇക്വലാറ്റർ ട്രയാങ്കിൾ സൈഡ് എ. എന്നിട്ട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇത് ഞാനൊരു സിമ്പിൾ ആൻസർ മാത്രമാണ് പറയാം. ഇതിന്റെ ഡൈവേർട്ടഡ് വെർഷൻസ് ഒക്കെ അത് പിന്നെ പറയാം. What is the net force acting on a charge due to the other 2 charges? ഏതെങ്കിലും ഒരു ചാർജിന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എത്ര? അപ്പൊ ഞാൻ ഇവനെ എടുക്കുന്നു. ഈ ചാർജിന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എത്ര? ഞാൻ പറയാം, ഈ ചാർജ് ഇവനൊരു ഫോഴ്സ് കൊടുക്കും.
F dash is equal to 1 by 4 pi epsilon 0 into QQ divided by A square. ഈ ചാർജും ഇതും എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് ഇവനെ ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും വിത്ത് എ ഫോഴ്സ് എഫ് ഡാഷ്. ഈ ചാർജ് അവനെ അങ്ങോട്ട് റിപ്പൽ ചെയ്യും. സെയിം ടൈമിൽ ഈ ചാർജ് ഇവനെ ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. സെയിം ഫോഴ്സ് എഫ് ഡാഷ് 1 by 4 pi epsilon 0 QQ divided by A square. അപ്പൊ ഈ ചാർജിന് രണ്ട് ഫോഴ്സ് കിട്ടുന്നു, എഫ് ഡാഷും എഫ് ഡാഷും. ഇവയ്ക്കിടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. Two equal vectors makes an angle 60 degree, then the resultant force is equal to √3 F dash. That is, it is equal to √3 into 1 by 4 pi epsilon 0 into Q square divided by A square. Answer simple ചെയ്യാം. ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മനസ്സിലിട്ടും ചെയ്യാം. ഇതിന്റെ ആൻസർ ഇതൊക്കെ മനസ്സിലിട്ട് ചെയ്യാൻ പറ്റും. വെക്ടർ പഠിക്കണം. വെക്ടർ പഠിച്ചാൽ ഈ പറഞ്ഞൊക്കെ പിടികിട്ടും. വെക്ടർ പഠിച്ചു കംപ്ലീറ്റ് പഠിച്ചോളാം. എന്നാൽ ഇതിനകത്ത് ഒരു ചാർജ് നെഗറ്റീവ് ആണെന്ന് കരുതുക, -q ആയിരുന്നെങ്കിൽ വാട്ട് ഈസ് നെറ്റ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ പറയണം ഈ ചാർജ് ഇവന് കൊടുക്കുന്ന ഫോഴ്സ് എഫ് ഡാഷ് തന്നെ, പക്ഷെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഈ നെഗറ്റീവ് ചാർജ് ഇവനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവയ്ക്കിടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 120 ഡിഗ്രി. 60, ഇത് 120. Two equal vectors makes an angle 120 degree, then the resultant is equal to F dash തന്നെ. ഇതൊക്കെ എവിടെ നിന്ന് വന്നത് പഠിക്കരുത്. ഇതൊക്കെ വെക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ആൻസർ ഈസ് ഈക്വൽ 1 by 4 pi epsilon 0 into Q square divided by A square. ഇങ്ങനെയൊക്കെ നമുക്ക് ആൻസറുകൾ കണ്ടെത്താൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ചാർജ് ഡ്യൂ ടു ദ നൈബറിംഗ് ചാർജസ് ഈസ് എ വെക്ടർ സം ഓഫ് ദ ഫോഴ്സസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പൊ നമ്മുടെ അങ്ങനെ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് കൺസെപ്റ്റ് നമ്മുടെ കഴിഞ്ഞു. 4 കോൺസെപ്റ്റിൽ ഇലക്ട്രിക് ഫോഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്. അത് ഇച്ചിരി കൂടുതൽ പഠിക്കാനുള്ള സാധനമാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്നുള്ളതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞ് നിർത്തും. അതിനുശേഷം അടുത്ത വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ബാക്കി എക്സ്പ്ലനേഷൻസ്. വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇറ്റ് ഈസ് എ റീജിയൻ ഇൻ വിച്ച് എ പാർട്ടിക്കിൾ എക്സ്പീരിയൻസസ് ആൻ ഇലക്ട്രിക് ഫോഴ്സ്. ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിന് ഇലക്ട്രിക് ഫോഴ്സ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കണം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കിട്ടണം. മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് കിട്ടണം. അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഇറ്റ് ഈസ് എ റീജിയൻ ഇൻ വിച്ച് എ പാർട്ടിക്കിൾ എക്സ്പീരിയൻസസ് ആൻ ഇലക്ട്രിക് ഫോഴ്സ്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു ചാർജിനെ എടുത്ത് വെച്ചു, വേറൊരു ചാർജിന് ഇവിടെ വെച്ചപ്പോൾ ഇവനെ റിപ്പൽ ചെയ്തു, കണ്ട ഇലക്ട്രിക് ഫോഴ്സ് കിട്ടി. ഇവിടെ വെച്ചപ്പോൾ ദാ റിപ്പൽ ചെയ്യുന്നു, ഇവിടെ വെച്ചപ്പോൾ ദാ റിപ്പൽ ചെയ്യുന്നു. പക്ഷെ ഇവിടെ വെച്ചപ്പോൾ ഒന്നും സംഭവിച്ചില്ല. അതിൻ്റെ അർത്ഥം ഈ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡാണ് ഇതെല്ലാം. പക്ഷെ ഇത് ഇലക്ട്രിക് ഫീൽഡ് അല്ല. കാരണം ഇവിടെ ഇലക്ട്രിക് ഫോഴ്സ് കിട്ടി, ഇവിടെയും ഇലക്ട്രിക് ഫോഴ്സ് കിട്ടി. അപ്പൊ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ, അപ്പൊ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഇറ്റ് ഈസ് എ റീജിയൻ ഇൻ വിച്ച് എ പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ആണ് ഇലക്ട്രിക് ഫോഴ്സ്. നിങ്ങളുടെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഇവിടെ ആയിരിക്കുമോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കൂടുതൽ, ഇവിടെ ആയിരിക്കുമോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടുതൽ, അതോ ഇവിടെ ആയിരിക്കുമോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടുതൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ പറയും ഇവിടെയാണ് സാർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടുതലാകാൻ ചാൻസ് ഇവിടെയാണ്. അതെന്താ? അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫോഴ്സോടുകൂടി തള്ളുക. ഇവൻ ഏറ്റവും കൂടുതൽ ഫോഴ്സോടുകൂടി ഇവനെ പുറത്തേക്ക് റിപ്പൽ ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും, ഇവിടെ കുറവായിരിക്കും, ഇവിടെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയെ നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫോഴ്സിന്റെ സ്ട്രെങ്ത് വെച്ചിട്ടാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് മെഷേർഡ് ബൈ മെഷറിംഗ് ദ ഫോഴ്സ്. ആർക്ക് കിട്ടുന്ന ഫോഴ്സ്, അതാണ് വിഷയം. നോക്കുക, സപ്പോസ് ദിസ് ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എത്രയാണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നു. വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ്? ഞാൻ പറഞ്ഞു, എവിടത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം, അവിടെ ഒരു യൂണിറ്റ് ചാർജിന് വെക്കുക 1. അവന് കിട്ടുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ യൂണിറ്റ് ചാർജ്. ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ഒരു യൂണിറ്റ് ചാർജിന് കിട്ടുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ നിങ്ങളോട് ചാടി ചോദിക്കും, സാർ അങ്ങനെയാണെങ്കിൽ സാർ ഈ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുമോ? നമ്മൾ കണ്ടുപിടിക്കാം. ഞാൻ നേരെ എന്ത് ചെയ്യും? ഒരു യൂണിറ്റ് ചാർജിന് ഇവിടെ എല്ലാം പറയും നോക്കും, കിട്ടാനില്ല.
നിങ്ങളുടെ മുമ്പിൽ നാണം കെടാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? കയ്യിൽ കിട്ടിയ ഒരു ചാർജിനെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു, അവന് കിട്ടുന്ന ഫോഴ്സ് മെഷർ ചെയ്യുന്നു F. Q ചാർജിന് കിട്ടുന്ന ഫോഴ്സ് F ആണെങ്കിൽ യൂണിറ്റ് ചാർജിന് കിട്ടുന്ന ഫോഴ്സ് F/Q. ഇതിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ഒരു യൂണിറ്റ് ചാർജിനെ അവിടെ വെച്ചാൽ അവന് കിട്ടുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. Therefore its unit is equal to Newton per Coulomb. അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് വോൾട്ട് പെർ മീറ്റർ. ഇതൊക്കെ ഡയമെൻഷനൊക്കെ പഠിച്ചോണം. അതൊക്കെ നിങ്ങൾ ന്യൂട്ടന്റെയും ചാർജിന്റെ ഒക്കെ ഡയമെൻഷൻ ഇട്ട് പഠിച്ചോണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് അറ്റ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ പെർ കൂളംബ് ആൻഡ് ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ ചോദിക്കും സാർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വെക്ടർ ആണോ സ്കലാർ ആണോ? വെക്ടർ. സംശയം തോന്നുന്നു. ഫോഴ്സ് പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ആൾസോ എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോഴാണ് അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നിങ്ങളിപ്പോൾ മനസ്സിൽ പറയുന്നുണ്ടാവും പോസിറ്റീവ് ടു നെഗറ്റീവ്. അങ്ങനെയല്ല പഠിക്കേണ്ടത്. അതൊക്കെ നമ്മൾ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പഠിക്കാം. എൻട്രൻസ് പഠിക്കുമ്പോൾ അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ, സപ്പോസ് ദിസ് ഈസ് ആൻ, ഞാൻ യൂണിറ്റ് അങ്ങ് വായിച്ചു കളഞ്ഞു. സപ്പോസ് ദിസ് ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ, ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ഡയറക്ഷൻ ചോദിച്ചാൽ അവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെക്കുക. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെച്ചിട്ട് റിലീസ് ചെയ്യുമ്പോൾ അവൻ എങ്ങോട്ട് മൂവ് ചെയ്തു പോകുമോ അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ നെഗറ്റീവ് ചാർജിനെ വെച്ചൂടെ? വെച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നെഗറ്റീവ് ചാർജിനെ വെച്ചാൽ അവൻ എങ്ങോട്ട് മൂവ് ചെയ്യുമോ അതിന് ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. മനസ്സിലായോ? എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യും, നെഗറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യും. അങ്ങനെയും പറയാം. അപ്പൊ എവിടത്തെ, ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് ചോദിക്കാൻ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഞാൻ അവിടെ കൊണ്ടുവന്നൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന്റെ കൈ വിട്ടപ്പോൾ എന്താ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ പറയും അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. നെഗറ്റീവ് ചാർജിനെ വെച്ചിരുന്നെങ്കിലോ, നെഗറ്റീവ് ചാർജിനെ വെച്ചിരുന്നെങ്കിൽ അവൻ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോഴും ഞാൻ പറയും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്കാണ്. എന്നുവെച്ചാൽ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അല്ല നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുക. പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? അപ്പോൾ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പറയാതെ പറയുകയാണ് ഇതൊരു റീജിയൻ. ഇവിടെ ഒരു ചാർജിനെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ, നെഗറ്റീവ് ചാർജിനെ വെച്ചപ്പോൾ അവൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു പോയി. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അല്ലെങ്കിൽ ഇതൊരു ഇലക്ട്രിക് ഫീൽഡ്, നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, ഒന്നും അറിഞ്ഞുകൂടാത്തൊരു സ്ഥലം, ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് ഒരാൾ പറയുന്നു. ഒരാൾ ചോദിക്കണം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അപ്പൊ എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ കൊണ്ടുവന്നൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെക്കുക, റിലീസ് ചെയ്യുക. അവൻ ദാ ഇങ്ങോട്ടാണ് മൂവ് ചെയ്ത് പോയതെങ്കിൽ അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇനി ഇവിടത്തെ ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് നെഗറ്റീവ് ചാർജിനെ വെച്ചു, കൈ എടുത്തപ്പോൾ അവൻ ഇങ്ങോട്ടാണ് മൂവ് ചെയ്ത് പോകുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ. ഇതാണ് ശരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇനി നമ്മൾ പഠിക്കുന്ന വേറെ കാര്യമുണ്ട്, അത് പിന്നെ പറയാം. അപ്പൊ എന്തായാലും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. The direction of electric field is in the same direction as that of a unit positive charge is moving when it is placed at that point. എവിടത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കണം, അവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെച്ച് റിലീസ് ചെയ്യുമ്പോൾ അവൻ മൂവ് ചെയ്തു പോകുന്നതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, ശരി. ഇനി നമ്മൾ സ്പീഡിൽ പോകും. Q എന്ന് പറയുന്ന ഒരു ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് r from a point charge? Electric field intensity at this point due to a positive charge is equal to 1 by 4 pi epsilon 0 into Q divided by R square. Direction? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡയറക്ഷൻ ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെച്ചതായിട്ട് അസ്യൂം ചെയ്യുക. ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇവിടെ വെച്ചാൽ ഈ ഇവൻ എന്ത് ചെയ്യും? അവനെ അങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. കണ്ടോ? കാരണം ഈ വെച്ചത് പോസിറ്റീവ് ചാർജ്, അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ആ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്തു പോകുന്നത് ദൂരേക്കായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്രം പോസിറ്റീവ് എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ പോസിറ്റീവ്. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജിന് വെച്ചാൽ ഇവൻ എന്ത് ചെയ്യും? അങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഇവൻ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇവിടെ പറഞ്ഞാൽ വെച്ചാൽ ഇങ്ങോട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയാ? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആൾവേസ് എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ്.
വാല്യൂ എത്രയാണ്? 1/4πε0q/r². അപ്പോൾ ചോദിക്കും സാർ ഇതൊരു -q ആയിരുന്നെങ്കിലോ, നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിലോ? നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? ആൻസറിന് ഒരു വ്യത്യാസമില്ല. E = 1/4πε0q/r². അപ്പോൾ ഹിയർ ആൾസോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E = 1/4πε0q/r². അപ്പോൾ നിങ്ങൾ ചോദിക്കും വീണ്ടും സാർ നെഗറ്റീവ് സൈൻ ഇടണ്ടേ സാർ? വേണ്ട. വെക്ടർ ക്വാണ്ടിറ്റികളെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ചാർജിന്റെ സൈൻ ഇടാൻ പാടില്ല. പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജിനെ വെച്ചാൽ ഇവൻ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അതിന്റെ അർത്ഥം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജ്. വാല്യൂ രണ്ടും സെയിം ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ് ഈസ് ഈക്വൽ 1/4πε0q/r². ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ നെഗറ്റീവ് പോയിന്റ് ചാർജ് ഈസ് ആൾസോ ഈക്വൽ ടു 1/4πε0q/r². The direction of electric field due to a positive charge is away and due to a negative charge is towards. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടേ? അതിൽ നിന്നാണ് നമ്മൾ എന്ത് പറയാ, ഇവിടെ ഒരു +q ചാർജും ഇവിടെ ഒരു -q ചാർജും വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജിൽ നിന്നും ദൂരേക്കും നെഗറ്റീവ് ചാർജിന്റെ അടുത്തേക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയാ, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ്. പോസിറ്റീവ് നെഗറ്റീവ് അറിയാമെങ്കിൽ അത് ഓക്കെ, അറിഞ്ഞൂടാങ്കിൽ നമ്മൾ ഇത് പറഞ്ഞു. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വെക്ടറാണ്, ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും, സാർ ഒന്നിൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയായിരിക്കും? അതാണ് വീണ്ടും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കണം? കൺസിഡർ there are 3 charges q1, q2 and q3. വാട്ട് ഈസ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുക. 1/4πε0q1/r1². ഡയറക്ഷൻ എവേ ബിക്കോസ് ഇറ്റ് ഈസ് പോസിറ്റീവ് ചാർജ്. ഈ ചാർജ്, ഇത് രണ്ടാമത്തെ ചാർജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് r2. അപ്പോൾ ഇവൻ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണ്? 1/4πε0q2/r2². ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് E2. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? 1/4πε0q3/r3². അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? E = E1 + E2 + E3. ഇപ്പോൾ നിങ്ങൾ ചിരിക്കും. നിങ്ങൾ ഒന്ന് ചിരിച്ചു, സാറേ ഞങ്ങളെ മണ്ടന്മാരാക്കരുത്, ഇത് തെറ്റാണ്, സാറ് മുകളിൽ വെക്ടർ കൂടി ഇടൂ. കണ്ടാ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നേരത്തെ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇവിടെ മനസ്സിലായി. അപ്പൊ ഇവിടെയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വെക്ടർ ആയതുകൊണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ദ വെക്ടർ സം ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ഇൻഡു. ചുമ്മാ ആഡ് ചെയ്ത് ആൽജിബ്രായിക് സം അല്ല, വെക്ടർ സം ആയിരിക്കണം. വെക്ടർ സം ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ്. ഇതിന്റെ അർത്ഥം ഇതൊരു നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് വന്നേനെ, E3. അപ്പോൾ ഇവരുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ഇതും തമ്മിലുള്ള റിസൾട്ടന്റ്, അങ്ങനെ √a² + b² + 2ab cos θ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള ആൻസർ കണ്ടുപിടിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഫോഴ്സും വെക്ടേഴ്സ് ആണ്. അവരുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുമ്പോൾ വെക്ടർ സം എടുത്തേ പറ്റൂ. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു തൊട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാനെന്ന് പറഞ്ഞോട്ടെ, ഒരു എക്സാമ്പിൾ ഞാനെന്ന് പറഞ്ഞോട്ടെ. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ, അതിന്റെ 2 കോർണറിൽ 2 ചാർജിനെ വെച്ചിരിക്കുന്നു. മൂന്നാമത്തെ കോർണറിലുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? അവിടെ ചാർജ് ഇല്ല. ഇവര് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? അപ്പൊ ഞാൻ പറയും ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E' ഈസ് ഈക്വൽ 1/4πε0q/a². ഡയറക്ഷൻ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് എവേ. ഇതും പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സെയിം എവേ. ഇവയ്ക്കിടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി. Therefore net electric field intensity is equal to √3 E'. E' വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമ്പിൾ. ഐഡിയ ഉണ്ടെങ്കിൽ സിമ്പിൾ ആണ്. അപ്പൊ ചോദിക്കും സാർ ഇത് നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിലോ? അത് നെഗറ്റീവ് ചാർജ് ആയിരുന്നു എങ്കിൽ ഇവൻ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇങ്ങോട്ടേക്ക് വരും. നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇവയ്ക്കിടയിലുള്ള ആംഗിൾ 120 ഡിഗ്രി. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി is equal to E'. If two equal vectors makes an angle 120 degree, then the resultant is equal to E'. ഓർക്കുക, ഞാൻ വീണ്ടും പറയുന്നു, വെക്ടർ നന്നായിട്ട് പോയി നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഇവിടെ ഇരിക്കാൻ. എന്നാലേ പിടികിട്ടു, ഇല്ലെങ്കിൽ പിടികിട്ടില്ല. ഇതിന് വേണ്ടിയിട്ടാണ് വെക്ടർ ആദ്യമേ ഞാൻ ബേസിക് വെക്ടർ മാത്രമായിട്ട് ഒരു ടോപ്പിക്കായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ, ബേസിക്സ് ഒക്കെ നമ്മുടെ ഓരോ കൊച്ചു കൊച്ചു ചാപ്റ്റർ ആയിട്ടുണ്ട്. ഇന്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ ഒക്കെ അറിയാൻ മേത്തോട് അത് പോയി പഠിച്ചോളൂ.
ട്രിഗണോമെട്രി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പോൾ എന്തായാലും ഇലക്ട്രിക് ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും നമ്മൾ കഴിഞ്ഞു. ഇലക്ട്രിക് ഫോഴ്സ് എന്ന് വെച്ചാൽ അറിയാം, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് എ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ഈസ് എ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. പോയിന്റ് ചാർജ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് 1/4πε0. ഓർക്കുക, ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വരുന്നു. ദിസ് കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ പോയിന്റ് ചാർജസ്. പോയിന്റ് ചാർജുകൾക്ക് മാത്രമേ കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ ഇരിക്കുന്ന വലിയൊരു ബോഡി, ഇതിന്റെ ചാർജ് Q, അതിന് കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ സ്മാൾ ചാർജസ്. ചെറിയ ചാർജുകൾക്ക്, പോയിന്റ് ചാർജുകൾക്ക് മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതിനകത്ത് ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ഡൈപോള്, വിശദമായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ അടുത്ത ചാപ്റ്റർ, അടുത്ത നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, പിന്നെ ഡൈപോൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പിന്നെ പഠിച്ചാലും മതി. എന്തായാലും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മുതൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നിർത്തുന്നു. ബൈ.